മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയുടെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇന്നിതാ നിന്റെ കഷ്ടത കാണാൻ, നിന്റെ കഷ്ടപ്പാടറിയാൻ നീ ജീവിക്കുന്ന, ഇപ്പോൾ വചനം ശ്രവിക്കുന്ന മുറിയിലേക്ക്, അടുക്കളയിലേക്ക്, ഡൈനിങ് ടേബിളിലേക്ക് വചനമാകുന്ന യേശു ഇതാ വന്നു നിൽക്കുകയാണ്. നിന്റെ കഷ്ടത കാണാൻ, നിന്റെ നിലവിളിക്ക് ഉത്തരം തരാൻ ഇതാ ഈശോ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. കർത്താവിന്റെ വചനം 1 സാമുവേൽ 9:16b. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കും. കഷ്ടത കാണുന്ന ദൈവം, നിലവിളിച്ചാൽ ഉത്തരം തരുന്ന ദൈവം ഇതാ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ തീരുമാനത്തായ ദൈവം നിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾ അറിയാൻ വചനമാകുന്ന യേശു വന്ന് നിൽക്കുകയാണ്. നിന്റെ അടുത്തേക്ക് വരുന്ന ആ കർത്താവ് പറയാണ്, നിന്റെ കഷ്ടത ഞാൻ കാണുന്നു. ഈ വചനത്തിന് ജീവനുണ്ട്. എന്റെ ജീവചരിത്രം തിരുത്തി കുറിക്കാനായിട്ട് ഈ വചനത്തിന് ശക്തിയുണ്ട്. വീട്ടിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന ആ ബൈബിളിന് ജീവനുണ്ടെന്ന്. എന്റെ കഷ്ടത കാണാൻ, എന്റെ ദാരിദ്ര്യം അറിയാൻ, എന്റെ രോഗം കാണാൻ, എന്റെ കടക്കണി മാറ്റാൻ, എന്റെ വേർപാടുകളുടെ വേദന മാറ്റാൻ, എന്റെ മാനക്കേടിലേക്ക് വരാൻ, എന്റെ ഡിപ്രഷനിലേക്ക് വരാൻ ഇതാ വചനമാകുന്ന യേശു ഇതാ വന്നു നിൽക്കുകയാണ്. നമ്മുടെ കഷ്ടത കാണുക മാത്രമല്ല ചെയ്യുന്നത്, നീ നിലവിളിച്ചാൽ അപ്പോൾ തന്നെ ഉത്തരം തരാൻ കർത്താവ് തയ്യാറായി നിൽക്കാണ്. വിശ്വസിക്കാമോ? കഷ്ടതയുടെ നടുവിൽ നിന്നെ പൊതിയുന്ന ആ സ്നേഹം ഈ വചനത്തിന്റെ ജീവനാണ്. നിന്റെ കണ്ണുനീരിൽ ശക്തി തരുന്നത്, ആശ്വാസം തരുന്നത് ദൈവത്തിന്റെ കരമാണ്. നിന്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന ദൈവമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. മകളെ, കണ്ണുണ്ടായാൽ മാത്രം പോരാ, നമ്മൾ കണ്ണികളായി മാറണം. ഒരാളുടെ കഷ്ടപ്പാട് കണ്ടാൽ മാത്രം പോരാ, ഒരു ചെറു സഹായമെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതാണ് നമ്മോട് പറയുന്നത്. കഷ്ടത കാണുന്ന ദൈവം, നിലവിളി കേൾക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി അർപ്പണം ചെയ്യാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കഷ്ടപ്പാടുകൾ അവിടുന്ന് അറിയുകയും നമ്മുടെ നിലവിളി കേട്ട് നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം ഈ രാത്രിയിൽ, നാളത്തെ പ്രഭാതത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നവരും ഇത് ഷെയർ ചെയ്യുന്നവരുടെ എല്ലാവരുടെ പക്കലും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.